Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. നിലമ്പൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ പെട്ടിപരിശോധനയിൽ പ്രതികരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവർ. മണ്ഡലത്തിലേക്കുള്ള തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ശേഷം എടക്കര മുണ്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയെ പരിഹസിച്ച് പി.വി. അൻവർ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്ക് എന്നും ഇഷ്ടം ട്രോളി ബാഗുകളോടാണെന്ന് പറഞ്ഞ പി.വി. അൻവർ പെട്ടിയെന്ന് കേട്ടാൽ മുഖ്യമന്ത്രി ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേൽക്കുമെന്നും പരിഹസിച്ചു. പെട്ടി പരിശോധിക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പെട്ടിയെന്ന് കേട്ടാൽ മുഖ്യമന്ത്രി ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേൽക്കും. വീട്ടിലേക്ക് കോടികൾ കൊണ്ടുവരുന്ന ട്രോളി ബാഗുകളോട് മുഖ്യമന്ത്രിക്ക് എന്നും ഇഷ്ടമാണ്. മകൾക്കും മരുമകനും പണമെത്തിക്കുന്നത് ട്രോളിയിലാണെന്നും പരിഹസിച്ചു. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ വഞ്ചകരെന്നും അൻവർ ആവർത്തിച്ചു. അല്ല, അത് പാലക്കാടും പെട്ടിയുടെ പിന്നാലെ പോയിരുന്നല്ലോ. ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനും ഇല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി പരിശോധിച്ചാൽ അത് വലിയ വാർത്തയാവുമല്ലോ. കഷ്ടകാലത്തിന് എന്തെങ്കിലും 10-50,000 റുപ്യ അവരുടെ സ്വാഭാവികമാണ് മനുഷ്യന്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അത് കിട്ടിയാൽ അത് വലിയ വാർത്തയാക്കാം. 12 നീലപ്പെട്ടിയോ? ഇതേതാ പെട്ടിന്റെ കളറ്? അപ്പൊ പെട്ടി തെരഞ്ഞ് അന്വേഷിക്കുക. കാരണം മൂപ്പർക്ക് പെട്ടിയെ പറ്റി ഭയങ്കര ധാരണയാണ്. മനസ്സിലായോ? പെട്ടിയിലാണല്ലോ ഈ സാധനം ഇങ്ങനെ വരുന്നല്ലേ. പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കൊക്കെ സാധനം വരുന്നത്. അപ്പൊ പെട്ടിയോടൊരു താല്പര്യം അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു ഭയങ്കര അട്രാക്ഷനാ. പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് കാണുന്നു. കാരണം ഒരു 1.5 കോടി 2 കോടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ഉരുട്ടി മുഖ്യമന്ത്രിയുടെ ഹൗസിലേക്കോ ഈ പറയുന്ന ഓഫീസിലേക്കോ ഒന്നും വരാൻ ഒരു പ്രയാസമില്ല. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉറക്കത്തിൽ നീക്കുമ്പോൾ പെട്ടിയെ കുറിച്ച് ഓർമ്മ വരും. അതായിരിക്കും ആ പെട്ടി വിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, വേറെ ഇപ്പൊ ആരാ നിർദ്ദേശിക്കാൻ? പിണറായി അവസാനിക്കണമെന്ന് ഗോവിന്ദ മാഷ അടക്കം ആഗ്രഹിക്കുകയാണ്. സ്വരാജിനെ കൊല്ലാൻ കൊണ്ടുവന്നാണ്. അപ്പൊ ഇവിടെ തോൽക്കണം ആർക്കും ആഗ്രഹം? CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിനാണല്ലോ. ഇവിടെ പരാജയത്തിന്റെ കാരണക്കാരാരാ? നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയുടെ വല്ല ഫോട്ടോ സ്വരാജിന്റെ ഫോട്ടോയിലുണ്ടോ? ഇതാ പോസ്റ്ററിലുണ്ടോ? അയാളെ കണ്ട ജനം വോട്ട് ചെയ്യില്ല എന്നറിയുന്ന ആരാ? CPM-ന്റെ ലീഡർഷിപ്പാണ്. അപ്പൊ അയാൾ വരുമ്പോ എന്താ ഒരു സൈലന്റ് ആവും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പിണറായി പരാജയപ്പെടണം. ഇനി അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനം വേറെ ആർക്കെങ്കിലും വേണ്ടേ? മൂപ്പര പരിപാടി എന്താ? 3-ാം ഊഴത്തിന് ഇല്ല എന്നുള്ള പറയുന്നത്. മൂപ്പര ഇങ്ങനെ ഷെയ്ഡിൽ നിൽക്കുക. പണ്ട് ഗൗരിയമ്മനെ കാണിച്ചില്ലേ? മനസ്സിലായോ? അപ്പൊ വേറൊരാളെ പ്രൊജക്ട് ചെയ്യും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3-ന് നിലമ്പൂരിൽ നിന്നും വഴിക്കടവിലേക്ക് റോഡ് ഷോ ഉണ്ടായിരിക്കുമെന്നും യൂസുഫ് പത്താൻ MP പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, എടക്കര.